ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമ്പിളിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് സാമ്പിളിംഗ്, ദ നീഡ് ഫോർ സാമ്പിളിംഗ്. ലേറ്റർ ഓൺ വിൽ ഗോ ഇൻ ടു ദ സാമ്പിളിംഗ് തിയറം ആൻഡ് റീകൺസ്ട്രക്ഷൻ. അപ്പം സാമ്പിളിംഗ് ഞാൻ പൾസ് കോഡ് മോഡുലേഷൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു കണ്ടിന്യൂസ് സിഗ്നലിനെ അല്ലേ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്തുമായിരുന്നു, അതിനെ നമ്മളൊരു സാമ്പിളറിലേക്ക് കൊടുക്കും. ഒരു കണ്ടിന്യൂസ് സിഗ്നലിനെ സാമ്പിളറിലേക്ക് കൊടുക്കും. സാമ്പിളർ വിൽ പെർഫോം ദ സാമ്പിളിംഗ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആയിരുന്നു അതിൻ്റെ ഇൻപുട്ട്. കണ്ടിന്യൂസ് ഇൻ ടൈം ആസ് വെൽ ആസ് ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലായിട്ടാണ് കിട്ടുന്നത്. ടൈമിനെ ഡിസ്ക്രീറ്റൈസ് ചെയ്യും. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലായിട്ടാണ് നമ്മൾ കിട്ടുന്നത്. അപ്പോൾ ഒരു സാമ്പിളിംഗ് എന്ന് പറയുമ്പം ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ സാമ്പിളിംഗ് ആണ്. സോ സപ്പോസ് ഇഫ് യു ഹാവ് ആൻ അനലോഗ് സിഗ്നൽ ലൈക്ക് ദിസ്, സേ ഇഫ് യു ഹാവിങ് ആൻ അനലോഗ് സിഗ്നൽ ലൈക്ക് ദിസ്, ഓക്കെ, അതിനെ നമ്മൾ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാമ്പിൾ ചെയ്യുവാണ്. ഈ സിഗ്നൽ കണ്ടിന്യൂസ് ഇൻ ടൈം ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ സാമ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ആക്സിസിനെ ഡിസ്ക്രീറ്റൈസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ടൈം ആക്സിസിനെ ഡിസ്ക്രീറ്റ് ആക്കുവാണ്. അതായത് കുറേ ഇൻസ്റ്റൻസ് ഞാൻ സെറ്റ് ചെയ്യും. കുറേ ഇൻസ്റ്റൻസ്, ആ ഇൻസ്റ്റൻസിലുള്ള അനലോഗ് സിഗ്നലിനെ മാത്രമേ, അല്ലെങ്കിൽ ആ സിഗ്നലിൻ്റെ വാല്യൂ മാത്രമേ, ദിസ് ഈസ് ജി ഓഫ് ടി, ഈ സിഗ്നൽ ജി ഓഫ് ടിയുടെ ആംപ്ലിറ്റ്യൂഡ് അറ്റ് ഓൺലി ദീസ് ഇൻസ്റ്റൻസ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ഈ ഇൻസ്റ്റൻസിന് ഇടയ്ക്കുള്ള സാമ്പിൾസ് ഒന്നും നമ്മൾ എടുക്കത്തില്ല, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റൻസിന് ഇടയ്ക്കുള്ള വാല്യൂസ് എല്ലാം 0 ആയിരിക്കും. സോ ഫൈനലി സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ, ഓക്കെ, ഫൈനലി സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ഇങ്ങനെയായിരിക്കും ആ സിഗ്നൽ അപ്പിയർ ചെയ്യുക. അതായത് ഇവിടെ ഒരു സാമ്പിൾ അല്ലേ, ഇവിടെ ഒരു സാമ്പിൾ, ഇവിടെ ഒരു സാമ്പിൾ, ആൻഡ് ദെൻ ദീസ് 3 സാമ്പിൾസ്. ഓക്കെ, ഓൺലി ദീസ് സാമ്പിൾസ് യു വിൽ ഗെറ്റ്. വേറെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് സാമ്പിൾഡ് ഔട്ട്പുട്ട് ഇരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സാമ്പിൾ എവിടെ വെച്ച് നമ്മൾ സാമ്പിൾ ചെയ്യണമെന്നുള്ളത്, അല്ലെങ്കിൽ ഈ സാമ്പിൾസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ബിക്കോസ് സാമ്പിളിങ്ങിൽ ചെയ്യുന്നത് തന്നെ വി ആർ ഡിസൈഡിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദീസ് സാമ്പിൾസ്. അതാണ് സാമ്പിളിംഗ് തിയറം പറയുന്നതും തന്നെ. ഈ സാമ്പിൾസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അത് എന്താ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ PCM തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ ഇതിനെ അനലോഗ് ടു ഡിജിറ്റൽ ആക്കിയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലേ. ഇത് റിസീവർ സൈഡിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്, ആ ഡിജിറ്റൽ സിഗ്നലിനെ തിരിച്ച് നമ്മൾ ആ അനലോഗ് സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുമായിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ സെൻഡ് ചെയ്ത അതേ അനലോഗ് സിഗ്നൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഈ ഒരു സാമ്പിൾസ് നമ്മൾ കറക്റ്റായിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു അനലോഗ് സിഗ്നലിനെ റിസീവർ സൈഡിൽ നമുക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എറർ സംഭവിക്കും. ഓക്കെ, അതാണ് ഈ ഒരു ഇൻസ്റ്റൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമുക്ക് എടുക്കുന്ന സാമ്പിൾസ് എവിടെ വെച്ച് എടുക്കണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി ഫോർ എക്സാമ്പിൾ, ഇതാണ് നിങ്ങളുടെ അനലോഗ് സിഗ്നൽ എന്ന് വിചാരിക്കും. ഓക്കെ, ആ അനലോഗ് സിഗ്നലിനകത്ത് നിങ്ങൾ വെറും 3 സാമ്പിൾസ് എടുക്കുന്നു എന്നുള്ളതെന്ന് വിചാരിക്കും. ഇവിടെ ഉള്ള ഒരു സാമ്പിൾ, ദെൻ ഓക്കെ, ആ ടൈം ആക്സിസ് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, റഫായിട്ട് കാണിക്കുന്നില്ല. ഇവിടെയുള്ള ഒരു ഓക്കെ, ഈ ഇൻസ്റ്റൻറ്റിലുള്ള ആംപ്ലിറ്റ്യൂഡ്, ഈ ഇൻസ്റ്റൻറ്റിലുള്ള ആംപ്ലിറ്റ്യൂഡ്, ഈ 3 ഓക്കെ, ഇവിടെയുള്ള സാമ്പിൾസ് മാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഇവിടെ എണ്ണം, ദെൻ ഇവിടെ 1, ദെൻ ഇവിടെ 3 സാമ്പിൾസ് മാത്രം എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ടൈം ആക്സിസ്. അപ്പോൾ ഈ ഒരു സിഗ്നലിൽ, ഈ ഒരു സാമ്പിളിൽ നിന്ന് നമുക്കിത് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ റീകൺസ്ട്രക്ഷൻ ഇൻ ഡീറ്റെയിൽ പഠിക്കും, ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻ്റർപൊലേഷൻ, അതായത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഇതിനെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക. ഓക്കെ, ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും കിട്ടി അല്ലേ. പല രീതിയിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാം 2 എണ്ണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം അല്ലേ, ഇങ്ങനെ ജോയിൻ ചെയ്യാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ ഈ ഒരു 3 സാമ്പിൾസിൽ എത്രയൊക്കെ ജോയിൻ ചെയ്താലും യു വിൽ ഗെറ്റ് ഓൺലി ദിസ് മച്ച് പാർട്ട് അല്ലേ. അതുമാത്രമല്ല, ഇതിനെ പല രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് പല രീതിയിൽ പല ഷേപ്പും കിട്ടുന്നുണ്ടല്ലേ. ഒന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി, ഇങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി, ഇങ്ങനെ ജോയിൻ ചെയ്തപ്പം യു ആർ ഗെറ്റിംഗ് എ ഷേപ്പ് സംവാട്ട് ലൈക്ക് ദിസ്. അപ്പോൾ എറർ ഉണ്ടാവും അല്ലേ. പക്ഷെ നമ്മളിപ്പോൾ കുറച്ചും കൂടി അടുത്തടുത്തടുത്ത് സാമ്പിൾസ് എടുക്കുവാണെങ്കിലോ, ഇവിടെ ഒരു സാമ്പിൾ എടുത്തു, ഇവിടെ ഒരു സാമ്പിൾ എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സാമ്പിൾസിൻ്റെ എണ്ണം നിങ്ങൾ കൂട്ടുവാണ്. ഓക്കെ, എണ്ണം കുറച്ചും കൂടി കൂട്ടുവാണ് നിങ്ങൾ, സാമ്പിൾസിൻ്റെ എണ്ണം കുറച്ചും കൂടി കൂട്ടുവാണെങ്കിൽ ഇതിനെ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സിഗ്നൽ കിട്ടും അല്ലേ.
ഈ കുറച്ചും കൂടി സാമ്പിൾസ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സിഗ്നൽ കിട്ടും, അല്ലെങ്കിൽ ഒരു സിഗ്നൽ ദാറ്റ് ഈസ് ഇതുമായിട്ട് സിമിലാരിറ്റി കൂടുതലുള്ള ഒരു സിഗ്നൽ നമുക്ക് കിട്ടും. ആ സാമ്പിൾസ് എടുക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരുപാട് സാമ്പിൾസ് എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് സാമ്പിൾസ് ദാറ്റ് വി ടേക്ക് ഓർ ഈ സാമ്പിൾസിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പ് അത് ഡിറ്റർമൈൻ ചെയ്യും നമുക്ക് പ്രോപ്പറായിട്ട് സിഗ്നലിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. നമ്മൾ വളരെ ദൂരത്തിലാണ് സാമ്പിൾസ് എടുക്കുന്നതെങ്കിൽ നമുക്കതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒറിജിനൽ സിഗ്നൽ കിട്ടത്തില്ല. സോ അതാണ് സാമ്പിളിങ്ങിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം. സോ റീകൺസ്ട്രക്റ്റഡ് സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്ത് അതേ സിഗ്നൽ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ സാമ്പിൾ ചെയ്യാനായിട്ട്. അപ്പോൾ നൈക്വിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് നൈക്വിസ്റ്റ് സാമ്പിളിംഗ് തിയറം എന്ന് പറഞ്ഞിട്ട് ഒരു തിയറം ഇൻട്രൊഡ്യൂസ് ചെയ്തു. നൈക്വിസ്റ്റ് സാമ്പിളിംഗ് തിയറം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് പ്രോപ്പറായിട്ട് സാമ്പിൾ ചെയ്യാനായിട്ട്. അതായത് സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് സാമ്പിൾസ് അയച്ചാൽ മാത്രം പോരാ, ആ സാമ്പിൾസിൽ നിന്ന് ഈ ഒറിജിനൽ സിഗ്നലിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ സാമ്പിൾസിനെ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ അതാണ് നൈക്വിസ്റ്റ് സാമ്പിളിംഗ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ നൈക്വിസ്റ്റ് സാമ്പിളിംഗ് തിയറം എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. സോ സാമ്പിളിംഗ് ചോദിക്കുമ്പോൾ സ്റ്റാർട്ട് വിത്ത് ദിസ്. നൈക്വിസ്റ്റ് സാമ്പിളിംഗ് തിയറം ആണ് അതിനകത്ത് നമ്മൾ ആദ്യം പറയേണ്ടത്. നൈക്വിസ്റ്റ് സാമ്പിളിംഗ് തിയറം ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നൈക്വിസ്റ്റ് സാമ്പിളിംഗ് തിയറം സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ 1 or 2 സെൻറ്റൻസ് ആയിട്ടൊക്കെ പല ടെക്സ്റ്റുകളിലും കിടക്കുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്കൊരു നൈക്വിസ്റ്റ് സാമ്പിളിംഗ് തിയറം പറയുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ സിഗ്നൽ so I'll just explain this. A signal which is band limited, so please take down a signal which is band limited to say W hertz, to W hertz, that is the highest frequency component is what? W. I'll explain that. Such a signal can be completely recovered or reconstructed. Completely recovered or reconstructed from its samples if the samples are taken at the intervals of Ts less than or equal to 1/2W or at the rate Fs greater than or equal to 2W. So this is what Nyquist sampling theorem states. Simple ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, and this is enough. അപ്പോൾ ഇവിടെ പറയുന്നത് സിഗ്നൽ ഉണ്ട് അല്ലേ, ആ സിഗ്നൽ വിച്ച് ഈസ് ബാൻഡ് ലിമിറ്റഡ് ടു W ഹെർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തന്നിരിക്കുന്ന ഒരു സിഗ്നലിനകത്ത് പല ഫ്രീക്വൻസി ഉണ്ടാവും അല്ലേ. മേ ബി 100 ഹെർട്സ് ഉണ്ടാവും, 200 ഹെർട്സ് ഉണ്ടാവും, 300 ഹെർട്സ് ഉണ്ടാവും, മാക്സിമം 400 ഹെർട്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സിഗ്നലിനകത്തുള്ള മാക്സിമം ഫ്രീക്വൻസി 100W എന്ന് പറയുന്നത് ഈ 400 ഹെർട്സ് ആണ്. അങ്ങനെ ഒരു ബാൻഡ് ലിമിറ്റഡ്, ഇൻഫിനിറ്റിലേക്ക് പോകുന്നതല്ല, ഒരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ, ആ ഒരു സിഗ്നലിൻ്റെ മാക്സിമം ഫ്രീക്വൻസി W ഹെർട്സ്, അതാണ് ബാൻഡ് ലിമിറ്റഡ് ടു W ഹെർട്സ് മീൻസ് what the highest frequency component W ആണെന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരു സിഗ്നലിനെ നമ്മൾ സാമ്പിൾ ചെയ്യുവാണ്. അങ്ങനെ ഒരു സിഗ്നലിനെ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സിഗ്നലിനെ ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി റീകവേർഡ് ഫ്രം ഇറ്റ്സ് സാമ്പിൾ. സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിഗ്നലിനെ ഈ സാമ്പിൾസിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ്ലി റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കണ്ടീഷനുണ്ട്, ഈ സാമ്പിൾസ് എടുക്കുന്നത് ഇഫ് ദി സാമ്പിൾസ് ആർ ടേക്കൺ അറ്റ് ദ ഇൻ്റർവെൽസ്. ഈ സാമ്പിൾസ് നമ്മൾ ചൂസ് ചെയ്യുമ്പം അതിൻ്റെ ഇൻ്റർവെൽ എന്ന് പറയുന്നത്, ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് TS ആയിരിക്കണം. വെയർ TS ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2W. ഒന്നുകിൽ TS 1/2W ആകണം, അല്ലെങ്കിൽ TS ലെസ് ദാൻ 1/2W ആയിരിക്കണം. ഓർ വാട്ട് ഓർ ദ rate of the sampling, rate of the sampling, അതായത് 1/Fs എന്ന് പറഞ്ഞാൽ എന്താണ്, 1/TS ആയിരിക്കും അല്ലേ, ഫ്രീക്വൻസി 1/TS. ദാറ്റ് ഷുഡ് ബി ഇവിടെ TS 1/2W
2W അല്ലേ. സോ FS എന്താവും 2W ആയിരിക്കും. ദിസ് ഈസ് ദ റേറ്റ്. റേറ്റും ഇതെന്താണ് പറയുന്നത്, നമ്മൾ ഇൻ്റർവെൽ എന്ന് പറയും. അപ്പം ഈ ഒരു രണ്ട് കണ്ടീഷനിൽ നമ്മൾ സാമ്പിൾസ് എടുക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ആ സിഗ്നലിനെ, ഈ ഒറിജിനൽ സിഗ്നലിനെ ഈ സാമ്പിൾസിൽ നിന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വേർ TS, ഞാനിവിടെ TS എന്ന് പറഞ്ഞില്ലേ, ഈ TS എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഇൻ്റർവെൽ എന്ന് പറയും. ഓക്കെ, TS ഈസ് ദ സാമ്പിളിംഗ് ഇൻ്റർവെൽ. സോ സാമ്പിളിംഗ് ഇൻ്റർവെൽ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2W. ഈ റേറ്റ് എന്ന് പറഞ്ഞില്ലേ, FS എന്ന് പറയുന്നത് റേറ്റ് എന്നും പറയും, ഓർ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്നും പറയും. ഓക്കെ, സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്നും പറയാറുണ്ട്. ഓക്കെ, ആ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്തായിരിക്കണം, ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2W ആയിരിക്കണം. ബിക്കോസ് FS എന്ന് പറയുന്നത് 1/TSൻ്റെ റെസിപ്രോക്കലാണല്ലേ, അങ്ങനെയായിരിക്കും. W എന്താണ്, ആ തന്നിരിക്കുന്ന സിഗ്നലിനകത്തുള്ള മാക്സിമം ഫ്രീക്വൻസി കണ്ടൻ്റ് ആയിരിക്കും, അതാണ് പറയുന്നത്. സോ ദിസ് ഈസ് വാട്ട് Nyquist. അപ്പോൾ ഇതിനകത്ത് FS ഈസ് ഈക്വൽ ടു 2W വരുവാണെങ്കിൽ, ഓക്കെ, സാമ്പിളിംഗ് റേറ്റ് അല്ലെങ്കിൽ ആ സാമ്പിളിംഗ് ഫ്രീക്വൻസി FS എന്ന് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2W ആണെങ്കിൽ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും സിഗ്നലിനെ, എററൊക്കെ കൂടാണ്ട്. ഓക്കെ, ആൻഡ് ഇഫ് ദിസ് FS ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു 2 times ദ മാക്സിമം ഫ്രീക്വൻസി കണ്ടൻറ്റ് ഓഫ് ദ സിഗ്നൽ 2W ആണെങ്കിൽ ഈ റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, Nyquist റേറ്റ് എന്ന് പറയും. ഓക്കെ, ഈ ഫ്രീക്വൻസിയാണ്, ഈ സാമ്പിളിംഗ് ഫ്രീക്വൻസിയാണ് നമ്മൾ Nyquist റേറ്റ് എന്ന് പറയും. വി കോൾ ദിസ് ആസ് Nyquist റേറ്റ്. വെൻ FS is equal to 2W we call it as what, Nyquist rate. So now we will go into the sampling theorem. സാമ്പിളിംഗ് തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രീതിയിൽ നമുക്ക് സിഗ്നലിനെ 3 ബേസിക് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് സാമ്പിളിംഗ്. ഓക്കെ, ദെൻ വാട്ട്, ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ്, ആൻഡ് തേർഡ് വൺ നാച്ചുറൽ സാമ്പിളിംഗ്. ഇത് 3ആണ്. അപ്പോൾ സിലബസിൽ നമ്മൾ ഇൻ ഡീറ്റെയിൽ ഇൻസ്റ്റൻറ്റേനിയസ് സാമ്പിളിംഗ് പഠിക്കും, ആൻഡ് ഓൾസോ ഈ 3 എണ്ണത്തിൻ്റെയും കമ്പാരിസണും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ഇൻസ്റ്റൻറ്റേനിയസ് സാമ്പിളിംഗ്. ഇൻസ്റ്റൻറ്റേനിയസ് സാമ്പിളിങ്ങിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റൻറ്റേനിയസ് സാമ്പിൾ. സോ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സാമ്പിളർ എന്ന് പറഞ്ഞാൽ എന്തോ സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കണ്ടിന്യൂസ് സിഗ്നലിനെ ഞാൻ G(t) എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിചാരിക്കുക, കണ്ടിന്യൂസ് അനലോഗ് സിഗ്നലിനെ. ഓക്കെ, വി വിൽ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ആൻ ഇമ്പൾസ് ട്രെയിൻ. പറയാം, അതെന്തുവാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒരു ഇമ്പൾസ് ട്രെയിനുമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് സിഗ്നലിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സാമ്പിൾഡ് സിഗ്നൽ. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇൻസ്റ്റൻറ്റേനിയസ് സാമ്പിളിനകത്ത് ഇതാണ് ചെയ്യുന്നത്, സാമ്പിൾഡ് സിഗ്നൽ കിട്ടും. അപ്പോൾ G(t) ആണ് സിഗ്നൽ എങ്കിൽ, ഓക്കെ, ഇമ്പൾസ് ട്രെയിനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് സാമ്പിൾഡ് സിഗ്നൽ. ആ സാമ്പിൾഡ് സിഗ്നലിനെ ഞാൻ G(t) എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്, G(t) എന്ന് പറഞ്ഞത്. ബിക്കോസ് ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ (t) വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. (t) ആണ് എന്ത്, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ (t) ആണ് ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഈ (t) നിങ്ങൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിനകത്ത് പഠിച്ചിട്ടുണ്ട്, ഇമ്പൾസ് ട്രെയിൻ എന്താണെന്നൊക്കെ. (t) നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണല്ലേ (t) റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓക്കെ, ദിസ് ഈസ് (t). അപ്പോൾ ഇമ്പൾസ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രെയിൻ ഓഫ് ഇമ്പൾസസ് അല്ലേ, കുറേ ഇമ്പൾസസ് വേണം. അതായത് ഈ ഇമ്പൾസിനെ, ഈ (t)യെ ഞാൻ TS ഇൻ്റർവെല്ലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, യു വിൽ ഗെറ്റ് ആൻ ഇമ്പൾസ് ഹിയർ. ഓക്കെ, TS. ഇനി ഞാൻ 2TS ഇൻ്റർവെല്ലിലേക്ക് ഈ ഇമ്പൾസിനെ ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക, സോ വിൽ ഗെറ്റ് ആൻ ഇമ്പൾസ് ഹിയർ. ഇനി ഞാൻ ഈ ഇമ്പൾസിനെ ഒരു 3TSലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, യു വിൽ ഗെറ്റ് ആൻ ഇമ്പൾസ് ഹിയർ. ഓക്കെ, സിമിലർലി ടു ദ ലെഫ്റ്റ് ഓൾസോ, -TSലേക്ക് -2TSലേക്ക് ഒക്കെ ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, ഇതിനെയാണ് ട്രെയിൻ ഓഫ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ട്രെയിൻ ഓഫ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് (t) ആണല്ലേ, നടുക്കത്തുള്ള ഒരു സിഗ്നലാണ് (t) ആണ്. അപ്പോൾ ഈ ഒരു ഇമ്പൾസിനെ എന്തായിരിക്കും പറയുന്നത്,
യു ഹാവ് ലേൺഡ് ഇൻ സിഗ്നൽസ്. ഇത് സെൻറ്ററിലുള്ളത് del of t ആണെങ്കിൽ നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പം del of t മൈനസ് ടി എസ് എന്ന് പറയും അല്ലേ. ഇനി ഇതോ ഈ ഇമ്പൾസിനെ എന്താണ് പറയുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, del of t ആണ് സെൻറ്ററിലുള്ളത്, അതിനെ എവിടേക്കാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തത്, 2ts ഷിഫ്റ്റ് ചെയ്തു. സോ del of t മൈനസ് 2ts എന്ന് പറയും. സിമിലർലി ഇതിനെ എന്ത് പറയുന്നത്, del of t മൈനസ് 3ts എന്ന് പറയും. ആൻഡ് സിമിലർലി ഇവിടെയൊക്കെ ഉള്ളതിനെയോ നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ ഈ ഇമ്പൾസിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, del of t പ്ലസ് ടി എസ്. ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പ്ലസും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മൈനസും ആണ്. ഇതിനെയോ del of t പ്ലസ് 2ts എന്ന് പറയും, del of t പ്ലസ് 2ts എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് ഇമ്പൾസ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ. ഒരു ഇമ്പൾസ്, ആ ഇമ്പൾസിൻ്റെ ട്രെയിൻ ഓഫ് ഇമ്പൾസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ, ഇത് del of t, this is del of t minus ts, this is del of t minus 2ts, this is del of t minus 3ts. ഇതിൻ്റെ എല്ലാം കൂടി സമ്മേഷനാണ് അല്ലേ. അപ്പോൾ ഈ ട്രെയിൻ ഓഫ് ഇതിനെയാണ് നമ്മൾ ട്രെയിൻ ഓഫ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ട്രെയിൻ ഓഫ് ഇമ്പൾസ് ഓർ ഇമ്പൾസ് ട്രെയിൻ എന്ന് പറയും. ഇതിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സമ്മേഷൻ അല്ലേ. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും, 3ts വരെയല്ല, ഇറ്റ് വിൽ ഗോ അപ് ടു n/ts. സോ n വരെ എടുക്കുകയാണെങ്കിൽ n is equal to മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ. del of t മൈനസ് n/ts എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇമ്പൾസ് ട്രെയിൻ. സംശയമില്ലല്ലോ അല്ലേ. നിങ്ങൾ എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഇട്ട് കൊടുത്തോളൂ. n ഈക്വൽ ടു 0 ആകുമ്പോൾ, n is equal to 0 ആകുമ്പോൾ എന്താ കിട്ടുന്നത്, ഇതിനകത്ത് del of t കിട്ടും. അതാണ് നമ്മുടെ സെൻറ്ററിലുള്ള ഇമ്പൾസ്. ഇനി n-ന് 1 ഇട്ട് കൊടുത്തേ, n-ന് 1 ഇട്ട് കൊടുക്കുമ്പോൾ വാട്ട് യു ആർ ഗെറ്റിംഗ്, del of t മൈനസ് ts കിട്ടും. അതാണ് ഈ സിഗ്നൽ. ഇനി n-ന് 2 ഇട്ട് കൊടുത്തേ, അപ്പോൾ del of t മൈനസ് 2ts കിട്ടും. അതാണ് ഇത്. ഇത് ക്ലിയർ? അങ്ങനെ ഇതിൻ്റെ എല്ലാം കൂടി സമ്മേഷനാണ് ട്രെയിൻ ഓഫ് ഇമ്പൾസ്. ആ ട്രെയിൻ ഓഫ് ഇമ്പൾസിനെയാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, del of t മൈനസ് n/ts എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ആ ഒരു ഇമ്പൾസ് ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് സമ്മേഷൻ n is equal to മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി del of t മൈനസ് n/ts-നെ എന്തുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, g of t ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സാമ്പിൾഡ് സിഗ്നൽ കിട്ടും. ആ സാമ്പിൾഡ് സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ജിയും ഇവിടുത്തെ ഡെല്ലും, g del of t എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നൗ നമുക്ക് ആ ഇക്വേഷനിലേക്ക് പോകാം. ഓക്കെ, സോ ഞാനിവിടെ എന്താ പറഞ്ഞത്, ഇപ്പം സാമ്പിൾഡ് സിഗ്നൽ ഏറ്റവും സിമ്പിളായിട്ട് കിട്ടുന്നത് g del of t ആണ്. സാമ്പിൾഡ് സിഗ്നൽ ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈങ് ദ കണ്ടിന്യൂസ് സിഗ്നൽ വിത്ത് ആൻ ഇമ്പൾസ് ട്രെയിൻ. ആ ഇമ്പൾസ് ട്രെയിൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞ്, n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി del of t മൈനസ് n/ts വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. പക്ഷേ എപ്പോഴും നമ്മൾ കൂടുതൽ നമുക്ക് അനാലിസിസിന് പിന്നെ അതേപോലെ തന്നെ കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് പോകാം. Okay, in order to understand the sampling theorem in a better way, we will go for frequency domain representation. Frequency domain ലേക്ക് പോകാം. അപ്പോൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് പോകുമ്പോഴത്തേക്കും അതിന് മുമ്പായിട്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനിൽ എന്താണ്, ഇതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനിൽ ഇതിൻ്റെയൊക്കെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, g del of t ടൈം ഡൊമൈനിൽ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം, ഓക്കെ, ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോഴാണല്ലേ. ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. സോ വെൻ യു ടേക്ക് ഫൊറിയർ ട്രാൻസ്ഫോം, ഓക്കെ, ഇത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിക്കണം. ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ക്യാപിറ്റൽ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. g del of tക്ക് പകരം എന്ത്, എഫ് വരും. ഓക്കെ, ചില ടെക്സ്റ്റുകളിൽ w വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനുണ്ട്, ഒമേഗ, പക്ഷേ എഫ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സിമ്പിൾ. സോ g del of tയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ഇങ്ങനെ. ഇനി g of tയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എങ്ങനെയാണെന്ന് നോക്കാം. g of tയുടെ ഫൊറിയർ ട്രാൻസ്ഫോമിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഓക്കെ, ക്യാപിറ്റൽ ആകും, പിന്നെ ഇവിടെ ടൈമിലായിരുന്നു, ഇവിടെ എഫ്. ഫൊറിയർ ട്രാൻസ്ഫോം ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. ഇനി ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്, നിങ്ങൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലൊക്കെ പഠിച്ചിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് ഈ ടേം, ദിസ് സമ്മേഷൻ ടേം. ഓക്കെ, ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി del of t മൈനസ് n/ts. ഓക്കെ, ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ, നിങ്ങൾ എടുക്കുമ്പോൾ, ഓക്കെ, യു വിൽ ഗെറ്റ് fs times summation n equal to minus infinity to infinity del of f minus nfs എന്ന് കിട്ടും. del of f minus n. See, this is the
സ്റ്റാൻഡേർഡ് റിസൾട്ട് വിച്ച് യു ഹാവ് ലേൺഡ് ഇൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. ഞാൻ ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകുന്നില്ല, ബിക്കോസ് ഡെറിവേഷൻ ചെയ്യുമ്പം കുറച്ച് കൂടുതൽ സ്റ്റെപ്സ് വേണ്ടി വരും. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ നെസസറി ഇൻ പ്രൂവിങ് ദിസ് സാമ്പിളിംഗ് തിയറം. നിങ്ങൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ആവശ്യമില്ല. അത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, അതൊന്ന് റെഫർ ചെയ്താൽ മതി. ഓക്കെ, del of t minus n ts ഫുറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പം ഇങ്ങനെയാണ് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരണമെങ്കിൽ ഞാൻ വേറൊരു ലെക്ചറിൽ ഇതിൻ്റെ ഡെറിവേഷൻ കാണിച്ചു തരാം. പക്ഷേ അതിപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ ഡെറിവേഷൻ കാണിക്കുന്നില്ല. ഓക്കെ, യു ജസ്റ്റ് ലേൺ ദിസ് റിസൾട്ട്, സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ഓക്കെ, ഫുറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും ഫുറിയർ ട്രാൻസ്ഫോം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ ഫുറിയർ ട്രാൻസ്ഫോം എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ്റെ ഫുറിയർ ട്രാൻസ്ഫോം നമ്മൾ എങ്ങനെ എഴുതും നോക്കി. ഇവിടെ g del of t ആണല്ലേ. g del of t എങ്ങനെ എഴുതാം? g del of f. ഓക്കെ, ഇസ് ഈക്വൽ ടു g of t യുടെ എന്താണെന്നാണ് ഞാനിവിടെ പറഞ്ഞത്? g of f. മൾട്ടിപ്ലിക്കേഷൻ ഇൻ ടൈം ഡൊമെയിൻ, ദിസ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ടൈം ഡൊമെയിൻ വിൽ ബിക്കം വാട്ട്? വിൽ ബിക്കം കൺവല്യൂഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ അല്ലേ. ഫ്രീക്വൻസി ഡൊമെയിനിലത് കൺവല്യൂഷനായി മാറും. അപ്പോൾ ഇവിടെ കൺവല്യൂട്ടഡ് വിത്ത്. ഇനി ഇതിൻ്റെ ഫുറിയർ ട്രാൻസ്ഫോം എന്താണ്? ഇതിൻ്റെ ഫുറിയർ ട്രാൻസ്ഫോം ആണ് നമ്മളിവിടെ എഴുതിയത്. ദറ്റ് ഈസ് fs summation n is equal to minus infinity to infinity del of f minus nfs. ഓക്കെ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഞാൻ ഇതൊന്നുകൂടി താഴോട്ട് ക്ലിയർ ആക്കി നിങ്ങൾക്ക് എഴുതി തരാം. ഓക്കെ, ദറ്റ് ഈസ് ദ ഇക്വേഷൻ ഈസ് g del of t യുടേത് ഇറ്റ് ഈസ് g del of f is equal to g of t അല്ലേ. അതിനെ g of f മൾട്ടിപ്ലൈഡ് ആണ്, ബിക്കംസ് കൺവല്യൂഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ. ഈ സമ്മേഷൻ ആ ഇമ്പൾസ് ട്രെയിനിൻ്റെ ഫുറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പം ഇറ്റ് ഈസ് fs summation n is equal to minus infinity to infinity what del of f minus nfs എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം നമുക്കറിയാം. അതായത് നമ്മൾ കൺവോൾവ് ചെയ്യുമ്പോൾ, ഓക്കെ, കൺവല്യൂഷനിൽ ഏതൊരു സിഗ്നലിനെയും നമ്മൾ ഇമ്പൾസുമായിട്ട് കൺവല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതേ സിഗ്നൽ കിട്ടും. എക്സ് ഓഫ് ടി തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, എക്സ് ഓഫ് ടി തന്നെ കിട്ടും. എക്സ് ഓഫ് ടി കൺവല്യൂട്ടഡ് വിത്ത് ഡെൽ ഓഫ് ടി മൈനസ് ടി നോട്ട് ആണെങ്കിൽ യു വിൽ ഗെറ്റ് ദ സെയിം സിഗ്നൽ എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് കൺവല്യൂട്ടഡ് വിത്ത്. അപ്പോൾ ഇവിടെ ജി ഓഫ് എഫ് ഈസ് ഗെറ്റിംഗ് കൺവല്യൂട്ടഡ് വിത്ത് ദിസ് അല്ലേ. എഫ് എസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ജി ഓഫ് എഫ് എന്തുമായിട്ട് ഈ ഒരു ഇമ്പൾസ് ട്രെയിനുമായിട്ട് കൺവല്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ജി ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ട് സിഗ്നൽ തന്നെ കിട്ടും, പക്ഷേ ഈ ടൈമിൽ, ഈ ഒരു ഷിഫ്റ്റിലേക്ക്. ഓക്കെ, ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് എസ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ജി ഓഫ് എഫ് കൺവല്യൂട്ടഡ് വിത്ത് ദിസ് സിഗ്നൽ വിൽ ഗീവ് ദിസ് സിഗ്നൽ ഇറ്റ് സെൽഫ് അറ്റ് ദിസ് ടൈം, ഈ ഷിഫ്റ്റിലേക്ക്, ഈ ടൈമിലേക്ക്. അപ്പം ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ജി സമ്മേഷൻ n is equal to minus infinity to infinity g of f multiplied with del function will give you g that same signal at which instant at g of this is ഇതിനെ എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, എക്സ് ഓഫ് ടി മൾട്ടിപ്ലൈഡ് വിത്ത് ഡെൽ ഓഫ് ടി മൈനസ് ടി നോട്ടിന്. അപ്പം ജി ഓഫ് എഫ് മൾട്ടിപ്ലൈഡ് വിത്ത് ഡെൽ ഓഫ് എഫ് മൈനസ് എൻ എഫ് എസ് ഈസ് ജി ഓഫ് എഫ് മൈനസ് എൻ എഫ് എസ് എന്ന് കിട്ടും. ഓക്കെ, ജി ഡെൽ ഓഫ് എഫ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഒരു ഇക്വേഷനാണ്. ഓക്കെ, സി ഇനി നമുക്കിതിൻ്റെ ടൈം ഡൊമെയിനിൽ, ഓക്കെ, ടൈം ഡൊമെയിനിൽ ശരിക്കും എങ്ങനെയൊക്കെയാണ് സിഗ്നൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ചു. ഞാൻ ഒന്നുകൂടി നിങ്ങളെ കാണിക്കാം. ബിക്കോസ് ഫ്രീക്വൻസി ഡൊമെയിനിൽ നമ്മൾ ഈ ജി ഓഫ് എഫും ജി ഡെൽ ഓഫ് എഫും ഒക്കെ ഇനി വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഓക്കെ, യു ഹാവ് ടു ലേൺ ദിസ് ഇക്വേഷൻ. ഇതാണ് സാമ്പിളിംഗ് തിയറത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പിൾഡ് സിഗ്നലിൻ്റെ, ആ കണ്ടിന്യൂസ് സിഗ്നലിനെ സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിനിൽ ആ സാമ്പിൾഡ് സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. ഇനി നമുക്കിതിൻ്റെ സ്പെക്ട്രം വരയ്ക്കാൻ പഠിക്കാം. ഓക്കെ, ഇതിൻ്റെ സ്പെക്ട്രം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ജി ഓഫ് ടി എന്ന് പറഞ്ഞ ഒരു സിഗ്നലായിരുന്നു അല്ലേ, ഒരു കണ്ടിന്യൂസ് സിഗ്നലായിരുന്നു. ആ കണ്ടിന്യൂസ് സിഗ്നൽ ഓക്കെ റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. ഈ ജി ഓഫ് ടിയുടെ ഫുറിയർ ട്രാൻസ്ഫോം എടുത്തപ്പം ജി ഓഫ് എഫ് കിട്ടി. നിങ്ങൾ ഓർത്തണം, ഏതൊരു കണ്ടിന്യൂസ് സിഗ്നലിനെയും, ഓക്കെ, ഇത് ടൈം ആക്സിസിലായിരുന്നു, ഇത് ടിയിലായിരുന്നു, ഇവിടെ നമ്മുടെ ഫ്രീക്വൻസിയിലാവും. ഓക്കെ, ഏതൊരു കണ്ടിന്യൂസ് സിഗ്നലിൻ്റെയും ഫുറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എൻ്റെ ഫ്രീക്വൻസിയാണ് അല്ലേ ഈ ആക്സിസിൽ വരുന്നത്. എടുക്കുമ്പം യു വിൽ ഗെറ്റ് എ ഷേപ്പ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ചിലതിനകത്ത് ഡോം ഷേപ്പും കാണിക്കാറുണ്ട്. ഓക്കെ, അത് വിഷയമല്ല. ഇതിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് ഒരു കണ്ടിന്യൂസ് സിഗ്നലിനെ കാണിക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, റിമെമ്പർ ദാറ്റ്.
ഞാൻ പറഞ്ഞു ജി ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നൽ നമ്മൾ സാമ്പിളിംഗ് തിയറത്തിനകത്ത് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് മാക്സിമം ഫ്രീക്വൻസി കണ്ടൻറ്റ് എത്രയാണെന്ന് പറഞ്ഞത് W ഹെർട്സ് ആണ് ഇതിനകത്ത് മാക്സിമം ഫ്രീക്വൻസി കണ്ടൻറ്റ് എന്ന് പറഞ്ഞു. ഇവിടുത്തെ ഫ്രീക്വൻസി W, ഇതിനെ -W. ഓക്കെ, മാക്സിമം ഫ്രീക്വൻസി ഈസ് W ഹെർട്സ്. ഓക്കെ, അത് വെച്ചിട്ടാണ് ഞാൻ ഈ സ്പെക്ട്രം വരച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു ഇതിനെ സാമ്പിൾ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? ട്രെയിൻ ഓഫ് ഇമ്പൾസസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തല്ലേ? ട്രെയിൻ ഓഫ് ഇമ്പൾസസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അതിന് 0 TSൽ പിന്നെ 2 TS ഇതൊക്കെയായിരുന്നു അതിൻ്റെ സാമ്പിളിംഗ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. -TS, -2 TS എക്സെട്ര. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയത്? നമുക്ക് കുറേ സാമ്പിൾസ് കിട്ടിയല്ലേ? ഇവിടെ വി ഗോട്ട് സം സാമ്പിൾസ്. ഓക്കെ, സോറി, ഇതിപ്പം ഓക്കെ ഇതിനെ ഒരു ഡൊമൈനിലങ്ങ് പോസിറ്റീവായിട്ട് തന്നെ ഞാൻ അങ്ങ് എടുക്കാം. ഓക്കെ, ബിക്കോസ് ഞാൻ ഇമ്പൾസ് ട്രെയിൻ ഇവിടെ താഴേക്ക് റെപ്രസെൻറ്റ് ചെയ്തില്ല, കുഴപ്പമില്ല. സോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാമ്പിൾസ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, എൻവലപ്പ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇതായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇതായിരിക്കും G del of T എന്ന് പറയുന്നത്. ദിസ് ഈസ് ട്രെയിൻ ഓഫ് ഇമ്പൾസ് del of T minus NTS and this is what? This is G del of T. ഇനി ഇതിൻ്റെ ടൈം ഫ്രീക്വൻസി ഡൊമൈനിൽ G of F ആണ്. എന്നിട്ട് നമ്മൾ അതിനെ വീണ്ടും അല്ലേ ട്രെയിൻ ഓഫ് ഇമ്പൾസസ് തന്നെയാണ് ഇവിടെ എന്താണ്? ട്രെയിൻ ഓഫ് ഇമ്പൾസസ് തന്നെയാണ്. ഓക്കെ, ട്രെയിൻ ഓഫ് ഓക്കെ. അപ്പോൾ നമുക്കിനി G del of F ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, G del of ഇത് ഫ്രീക്വൻസി ഡൊമൈനിലാണ്, എഫിലാണ്. ഓക്കെ, del of F minus NFS ഫ്രീക്വൻസി ഡൊമൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 0, ദിസ് ഈസ് അറ്റ് FS, ദിസ് ഈസ് അറ്റ് 2FS, ദിസ് ഈസ് അറ്റ് 3FS. ഓക്കെ, -FS അങ്ങനെ പോകും. ഇനി കൺവല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇക്വേഷനകത്തേക്ക് നോക്കിയേ. കൺവല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനാണ് കിട്ടുന്നത് അല്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷനാണ് കിട്ടുന്നത്. ഇതിനകത്ത് N-ന് 0 ഇട്ട് കൊടുത്തേ. N-ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? G del of F. N 0 ആകുമ്പോൾ വാട്ട് യു ആർ ഗെറ്റിംഗ്? G del of F is equal to Fs times G of F കിട്ടും അല്ലേ? ഇസ് ഇറ്റ് കറക്റ്റ്? N-ന് 0 ഇട്ട് കൊടുത്തു. ഇനി N-ന് 1 ഇട്ട് കൊടുക്കുമ്പോഴോ Fs ഇൻറ്റു G of F മൈനസ് Fs എന്ന് കിട്ടി അല്ലേ? F മൈനസ് Fs എന്ന് കിട്ടി. ഇനി N-ന് 2 ഇട്ട് കൊടുക്കുമ്പോഴോ യു വിൽ ഗെറ്റ് Fs ഇൻറ്റു G ഓഫ് N-ന് 2 ഇട്ട് കൊടുക്കുമ്പോൾ F മൈനസ് 2Fs എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു സിഗ്നലിനകത്ത് നോക്കിയാൽ ഈ സിഗ്നലിനകത്ത് റൈറ്റ് ഇറ്റ് ലിറ്റിൽ മോർ ക്ലിയർലി. ഓക്കെ, I'll write this little more clearly. അതായത് G del of Fനകത്ത് നമ്മൾ N-ന് ഡിഫറെൻറ്റ് വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ യു വിൽ ഗെറ്റ് Fs ഇൻറ്റു G ഓഫ് F. എപ്പോൾ N-ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ. N-ന് 1 ഇട്ട് കൊടുക്കുമ്പോഴോ സമ്മേഷൻ ഞാൻ അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, Fs G ഓഫ് F മൈനസ് Fs എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് Fs 2 ഇട്ട് കൊടുക്കും. ദിസ് ഈസ് N is equal to 0. N-ന് 1 കൊടുത്ത് N-ന് 2 ഇട്ട് കൊടുക്കും. N-ന് 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? G ഓഫ് F മൈനസ് 2Fs എന്ന് കിട്ടും. സിമിലർലി ഇറ്റ് ഗോസ് ഓൺ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, G ഓഫ് F അല്ലേ? G ഓഫ് F എന്തായിരുന്നു? G ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എടുത്തപ്പോഴായിരുന്നു നമുക്ക് G ഓഫ് F കിട്ടിയത്. അതിന് ഞാൻ ഇങ്ങനെ ഒരു സ്പെക്ട്രം വെച്ചിട്ടാണ് ഇപ്പോൾ റെപ്രസെൻറ്റ് ചെയ്തത് അല്ലേ? G ഓഫ് F. ഈ G ഓഫ് Fനെ ഇത് സ്കെയിലിംഗ് ഫാക്ടറാണ് Fs. സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും Fs സ്കെയിൽഡ് ബൈ Fs ഓർ Fs is equal to 1/2s. ഓക്കെ, ഇതാണ് ശരിക്കും Fs ഇൻറ്റു G ഓഫ് F എന്ന് പറയുന്നത്. Fs ഇൻറ്റു G ഓഫ് F എന്ന് പറയുന്നത് ഈ സ്പെക്ട്രമാണ്. ഇതിനെ അടുത്ത നെക്സ്റ്റ് ടേം എന്താണെന്ന് നോക്കിയേ, G ഓഫ് F മൈനസ് Fs അല്ലേ? ഈ G ഓഫ് Fനെ തന്നെ Fsലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ എന്താ പറ്റുന്നത്? ശരിക്കും ഈ റൈറ്റിലേക്ക് Fsലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ 2Fsലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു സിഗ്നലിനെ ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. അതായത് ഇതിനെ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് G ഓഫ് F. നമുക്കിവിടെ കിട്ടിയതെന്താ? ഫസ്റ്റ് ടേം എന്താ നമുക്കിവിടെ കിട്ടിയത്? Fs ഇൻറ്റു G ഓഫ് F വേണം അല്ലേ? Fs ഇൻറ്റു G ഓഫ് F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G ഓഫ് F തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ 1 ആണെങ്കിൽ ദിസ് ഈസ് സ്കെയിൽഡ് ബൈ Fs. സോ ഓക്കെ, പക്ഷേ സ്പെക്ട്രം W മുതൽ -W വരെയാണ്. ഓക്കെ, സ്കെയിൽഡ് ബൈ Fs. ഓക്കെ,
going to plot G del of F from that equation. പിന്നെ എന്താണ് സെക്കൻഡ് ടേം എന്താണ് ഉണ്ടോ എഫ് എസ് ഇൻറ്റു ജി ഓഫ് എഫിനെ എഫ് എസിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കും. ജി ഓഫ് എഫ് മൈനസ് എഫ് എസ്, എഫ് എസ് ഇൻറ്റു ജി ഓഫ് എഫ് ആയിരുന്നു, ഇവിടെ എഫ് എസ് ഇൻറ്റു ജി ഓഫ് എഫ് മൈനസ് എഫ് എസ്, അതായത് ഈ ഒരു ടേമിനെ എഫ് എസിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ മൈനസ് ആകുമ്പോൾ നമ്മൾ എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ബൈ എഫ് എസ്. അപ്പോൾ എന്താ കിട്ടുന്നത്? ജി ഡെൽ ഓഫ് എഫ്. ജി ഡെൽ ഓഫ് എഫിനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, എഫ് എസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എഫ് എസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 2W ആണെങ്കിൽ, ഓക്കെ, നൈക്വിസ്റ്റ് റേറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എഫ് എസ് ഈക്വൽ ടു 2Wയിലാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ, ഓക്കെ, എഫ് എസ് ശരിക്കും എന്തായിരിക്കണം? എഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2W എന്നാണ് നമ്മൾ സാമ്പിളിംഗ് തിയറത്തിൽ പറയുന്നത്. അതിനകത്ത് ഞാൻ എഫ് എസ് ഈക്വൽ ടു 2W കണ്ടീഷനിലാണെങ്കിൽ ദിസ് ഈസ് W അല്ലേ, ദിസ് മച്ച് ഈസ് W. ഞാൻ വീണ്ടും ഒരു Wയും കൂടി എടുക്കാൻ പോവാണ്. സോ ദിസ് മച്ച് ഈസ് വാട്ട്? 2W. ഓക്കെ, ഇത് 2W ആയിട്ട് എടുക്കാൻ പോവാണ്. ഇത് W, ഇത് അഗെയിൻ W. ഓക്കെ, ഇനി എഫ് എസ് ഈക്വൽ ടു 2Wനാണ് ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് എഫ് എസ് ഇവിടെ ആയിട്ട് വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ second term at Fs. Okay, similarly this goes on. Okay, similarly, okay, at 2Fs. 2Fsൽ എന്ത് കിട്ടും? തേർഡ് ടേം കിട്ടും. കണ്ടോ? ഇനി ഇതുകൂട്ട് നെഗറ്റീവ് വാല്യൂസും കൊടുക്കാൻ നിങ്ങൾക്ക്. n=-1 കൊടുത്തോളൂ. n=-1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? n=-1 കൊടുക്കുമ്പോൾ വാട്ട് യു വിൽ ഗെറ്റ്? എഫ് എസ് ഇൻറ്റു ജി ഓഫ് എഫ് പ്ലസ് എൻ എഫ് എസ് പ്ലസ് എഫ് എസ് കിട്ടും അല്ലേ? n=-1 കൊടുക്കുമ്പോൾ ഈ ടേം ആണ് എഫ് പ്ലസ് എഫ് എസ്. എഫ് പ്ലസ് എഫ് എസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എഫ് മൈനസ് എഫ് എസ് എന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എഫ് പ്ലസ് എഫ് എസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം n=-1, n=-2, n=-3 എന്നൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് ലെഫ്റ്റിലേക്ക്, ഈ റൈറ്റിലേക്ക് കിട്ടിയതുപോലെ നമുക്ക് ലെഫ്റ്റിലേക്ക് നമുക്ക് ഇതിനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ജി ഡെൽ ഓഫ് എഫിനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. Okay, this will repeat. Sorry, amplitude same ആണ്. Okay, this is at minus fs. Okay, similarly at മൈനസ് 2Fs. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ നോക്കിക്കുക ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ ജി ഓഫ് എഫ് എന്ന് പറഞ്ഞ സ്പെക്ട്രം കണ്ടോ? ആ സ്പെക്ട്രത്തിൻ്റെ റിപ്ലിക്കാസ് അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിരിക്കുവാണല്ലേ. പക്ഷേ ഇത് ജി ഓഫ് എഫ് ആയിരുന്നു. പക്ഷേ ഇവിടെ ആ ജി ഓഫ് എഫിനെ സ്കെയിലിംഗ് ഫാക്ടർ ബൈ എഫ് എസ് ഈക്വൽ ടു 1/TS വെച്ച് സ്കെയിൽഡായി. പക്ഷേ എന്താ പിന്നെ സംഭവിച്ചിരിക്കുന്നത്? ഇതിൻ്റെ തന്നെ റെപ്ലിക്കാസാണ്, ഇതിൻ്റെ തന്നെ റിപ്പീറ്റേഷനാണ് ഈ നടന്നിരിക്കുന്നത് അല്ലേ. അതാണ് എന്ത്? ജി ഡെൽ ഓഫ് എഫ് എന്ന് പറയുന്നത്. അപ്പം ജി ഓഫ് എഫിനെ ഈ ട്രെയിൻ ഓഫ് ഇമ്പൾസ് വെച്ച് നമ്മൾ കൺവല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈനിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ജി ഡെൽ ഓഫ് എഫ് എന്ന് പറഞ്ഞ സ്പെക്ട്രം ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ്റെ സ്പെക്ട്രത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വി ആർ ഗെറ്റിംഗ് വാട്ട്? റിപ്ലിക്കാസ് അല്ലേ. റിപ്ലിക്കാസ് ഓഫ് ദ സ്പെക്ട്രം ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ സാമ്പിളിംഗ് റിസൾട്ട് ഇൻ വാട്ട്? സ്പെക്ട്രൽ റിപ്ലിക്കാസ്. സാമ്പിളിംഗ് വിൽ റിസൾട്ട് ഇൻ സ്പെക്ട്രൽ റിപ്ലിക്കാസ് അല്ലേ. ഇതാണ് സ്പെക്ട്രം. ഈ സ്പെക്ട്രത്തിൻ്റെ റിപ്ലിക്കാസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു എഫ് എസ് കറക്റ്റ് നോക്കിക്കുക. എഫ് എസ് ഈക്വൽ ടു 2W W പ്ലസ് W 2Wയിലാണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഓക്കെ, ഇത് ഫസ്റ്റ് കേസായിട്ട് നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് എടുക്കാം. എഫ് എസ് ഈക്വൽ ടു 2Wയിലാണ് ഞാനിത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ മറ്റൊരു ഇതും കൂടി പറയുന്നത് നൈക്വിസ്റ്റ് റേറ്റ് അല്ലേ. നൈക്വിസ്റ്റ് റേറ്റിലാണ് ഞാനിത് പ്ലോട്ട് ചെയ്തിരിക്കുന്നതെന്ന് ആണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2W ആയിരിക്കണം. അപ്പോൾ നമുക്ക് ലെസ്സിലും ഗ്രേറ്ററിലും നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. ഇനി എഫ് എസ് ലെസ് ദാൻ 2W ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അന്നേരം നമുക്ക് ഈ സ്പെക്ട്രം ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, എഫ് എസ് ലെസ് ദാൻ 2W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിംഗ് റേറ്റ്, ഇതിൻ്റെ അർത്ഥം എന്താണ്? സാമ്പിളിംഗ് റേറ്റ് ഈസ് ലോവർ. ഓക്കെ, sampling rate is lower than Nyquist rate. Sampling rate is lower than Nyquist rate. Okay, or we can say under sampling എന്ന് പറയും. under sampling ആ സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഈ സ്പെക്ട്രം ഇത് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, fs less than 2W ആണ്. So I am going to plot G del of F. G del of F ആണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, at
0 ആ 0ത്തിൽ സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഡബ്ല്യൂയിലും മൈനസ് ഡബ്ല്യൂയിലും തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ബിക്കോസ് മാക്സിമം ഫ്രീക്വൻസി കണ്ടൻറ്റ് എന്താണ് ഡബ്ല്യു ആണ് നമ്മൾ ഓൾറെഡി എടുത്തിരുന്നു. ഇനി അടുത്ത സാമ്പിളിംഗ് ഇൻ്റർവെൽ, അടുത്ത FS. ഓക്കെ, അപ്പോൾ ഇത് ജി ഡെൽ ഓഫ് എഫിൻ്റെ ആദ്യത്തെ ഇതാണ് FS ഇൻറ്റു അല്ലേ, നമ്മൾ ഇക്വേഷനകത്ത് പറഞ്ഞതുപോലെ ജി ഡെൽ ഓഫ് എഫിൻ്റെ ഫസ്റ്റ് ടേം ഉണ്ടോ, ഇത് FS ഇൻറ്റു ജി ഓഫ് എഫ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്തത്. ജി ഓഫ് എഫിനെ സ്കെയിൽഡ് ബൈ FS, സ്കെയിൽഡ് ബൈ ജി ഓഫ് എഫ് ഇങ്ങനെയായിരുന്നു അല്ലേ, ജി ഓഫ് എഫ് സ്കെയിൽഡ് ബൈ FS, സ്കെയിലിംഗ് ഫാക്ടർ FS വന്നു. അപ്പോൾ ഇങ്ങനെ ഇനി ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്, FS ലെസ് ദാൻ 2W. അപ്പോൾ ഇത് W ആയിട്ട് എടുത്തു. ദിസ് മച്ച് ഈസ് W. എഗെയിൻ ഐ എം ഗോയിങ് ടു ടേക്ക് W. അപ്പോൾ ഇതാണ് 2W എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് മച്ച് ഈസ് 2W, ദിസ് മച്ച് ഈസ് 2W. ഐ എം ഗോയിങ് FS ലെസ് ദാൻ 2W എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ FS ലെസ് ദാൻ 2W എന്ന് പറയുമ്പോഴത്തേക്കും FS വിൽ ബി, ദിസ് ഈസ് W, ദിസ് ഈസ് W. FS വിൽ ബി ലെസ് ദാൻ ദിസ് പോയിന്റ്. അപ്പോൾ ഇവിടെ സംവെയർ ഇവിടെ ആയിട്ട് നമുക്ക് എടുക്കാം. ഇതായിരിക്കും നമ്മളുടെ FS എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. ഇതാണ് FS. ഓക്കെ, ഇനി ഞാൻ ഈ സ്പെക്ട്രം അല്ലേ, ഇതേ സ്പെക്ട്രം തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന പറഞ്ഞാൽ സ്പെക്ട്രം ഇങ്ങോട്ടും വരും, സ്പെക്ട്രം ഇങ്ങോട്ടും വരും. ഓക്കെ, W ടു റൈറ്റ് ആൻഡ് W ടു ലെഫ്റ്റ്, W ടു റൈറ്റ് ആൻഡ് W ടു ലെഫ്റ്റ്. ഓക്കെ, അതിങ്ങനെ തന്നെയാണ് വരുന്നത്. നമ്മൾ എന്താണ് സെൻറ്റർ എടുക്കുന്നത് അതിനെ പ്ലസ് W റൈറ്റിലേക്കും W ലെഫ്റ്റിലേക്കും വരും. അപ്പോൾ ഇത് നോക്കിയേ, ഇങ്ങനെ നിങ്ങൾ സ്പെക്ട്രം വന്നപ്പോഴത്തേക്കും ഇവിടെ എന്താ സംഭവിച്ചത്, ഇതേ അഡ്ജസൻറ്റ് സ്പെക്ട്രം തമ്മിൽ എന്ത് പറ്റി, ഓവർലാപ്പ് ചെയ്യുന്നുണ്ടല്ലേ. FS ലെസ് ദാൻ 2W നമ്മൾ സ്പെക്ട്രം വരച്ചപ്പോഴത്തേക്കും അഡ്ജസൻറ്റ് ബാൻഡ്സ് ആർ ഗെറ്റിംഗ് ഓവർലാപ്പ് ചെയ്യുന്നു അല്ലേ. ഇതിനെയാണ് ഈ ഡിസ്റ്റോഷൻ, ഇതൊരു ഡിസ്റ്റോഷനാണ്. ഈ ഡിസ്റ്റോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഏലിയാസിങ് എന്ന് പറയും. വി കോൾ ദിസ് ഡിസ്റ്റോഷൻ ആസ് ഏലിയാസിങ്. ഇതാണ് ഏലിയാസിങ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളിംഗ് തിയറം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ആ നൈക്വിസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, FS ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2W ആയിരിക്കണം. FS ലെസ് ദാൻ 2W നമ്മൾ സാമ്പിൾ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സ്പെക്ട്രം, സാമ്പിൾഡ് സ്പെക്ട്രം ഇങ്ങനെ ഓവർലാപ്പായി പോകും, ഡിസ്റ്റോഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഏലിയാസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏലിയാസിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ ഏലിയാസിങ് എപ്പോഴാണ് സംഭവിച്ചത്, ശരിക്കും FS ലെസ് ദാൻ 2W ആയപ്പോഴല്ലേ. അതായത് സാമ്പിളിംഗ് റേറ്റ് വളരെ കുറവും സിഗ്നലിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലും ആയപ്പോൾ അല്ലേ. സിഗ്നൽ ഫ്രീക്വൻസി കൂടി, സിഗ്നൽ ഫ്രീക്വൻസി ഒരുപാട് കൂടി, സാമ്പിളിംഗ് സാമ്പിളിംഗ് റേറ്റിനെക്കാട്ടി ഒരുപാട് സിഗ്നൽ ഫ്രീക്വൻസി ഗ്രേറ്ററായി. അന്നേരമാണ് ഏലിയാസിങ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ സാമ്പിളിൻ്റെ അല്ലെങ്കിൽ ആ സിഗ്നൽ ഫ്രീക്വൻസി കുറച്ചാൽ നമുക്ക് ഏലിയാസിങ് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഏലിയാസിങ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് പറയാം, യൂസിങ് ഒരു ലോ പാസ് ഫിൽറ്റർ, ഒരു ലോ പാസ് ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ യൂസ് ചെയ്യാം. ലോ പാസ് ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ യൂസ് ചെയ്യാം. അങ്ങനെ ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഹൈ ഫ്രീക്വൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ ഓർഡർ ടു അറ്റിനുവേറ്റ് ഹൈ ഫ്രീക്വൻസി കമ്പണൻസ് ഓഫ് ദ സിഗ്നൽ യൂസ് എ ലോ പാസ് ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ ടു റിമൂവ് ദ ഹൈ ഫ്രീക്വൻസി കമ്പണൻസ് ഓഫ് ദ സിഗ്നൽ. സോ വി ക്യാൻ റെഡ്യൂസ് ദ സിഗ്നൽ ഫ്രീക്വൻസി കുറയ്ക്കുമ്പോഴത്തേക്കും എൻ്റെ സാമ്പിളിംഗ് റേറ്റ് അത് എന്ത് പറ്റും, ഇറ്റ് വിൽ ബിക്കം ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 2W ആകുന്ന രീതിയിൽ വരാം. അതായത് ഇവിടെ സിഗ്നൽ ഫ്രീക്വൻസി ഇവിടെ കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. സിഗ്നൽ ഫ്രീക്വൻസിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ അനലോഗ് സിഗ്നലിനെ ഒരു ലോ പാസ് ഫിൽറ്ററിലേക്ക് വിടും. ആ ലോ പാസ് ഫിൽറ്ററിനെ ആൻറ്റി ഏലിയാസിങ് ഫിൽറ്റർ എന്നാണ് പറയുന്നത്. ഹൈ ഫ്രീക്വൻസിയെ അറ്റ്യൂനുവേറ്റ് ചെയ്യും, അപ്പോൾ ലോ ഫ്രീക്വൻസിയെ മാത്രം കടത്തിവിടും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ സാമ്പിൾ ചെയ്തുകൊണ്ടല്ലേ ഏലിയാസിങ് വന്നത്. എപ്പോൾ FS ലെസ് ദാൻ 2W സാമ്പിൾ ചെയ്തപ്പോഴാണ് നമുക്ക് ഏലിയാസിങ് വന്നത്. അപ്പം ഏലിയാസിങ് അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഓൾവേസ് സാമ്പിൾ. ഓക്കെ, ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത സാമ്പിൾ, ഇതിൻ്റെ ആൻറ്റി ഏലിയാസിങ് ഫിൽറ്ററിൽ കൂടി ഫിൽറ്റർ ചെയ്ത ഈ ഫിൽറ്റേർഡ് സാമ്പിൾസ് ആർ then sampled at a rate slightly higher than Nyquist rate. Nyquist rate എന്ന് പറഞ്ഞാൽ എന്താണ്, FS ഈക്വൽ ടു 2W അല്ലേ. FS ഈക്വൽ ടു 2Wയിലേക്കോ അല്ലെങ്കിൽ അതിനെക്കാട്ടി ഗ്രേറ്റർ ആയിട്ടോ നമ്മൾ സാമ്പിൾ ചെയ്യണം അല്ലേ. അന്നേരം നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഏലിയാസിങ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സെക്കൻഡ് കേസായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് കേസിൽ FS ഈക്വൽ ടു 2W നമ്മൾ പ്ലോട്ട് ചെയ്തത്.
അപ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെ സ്പെക്ട്രം കിട്ടി. ഓവർലാപ്പിംഗ് ഇല്ലായിരുന്നു. എഫ് ലെസ് ദാൻ 2W ഓവർലാപ്പ് ചെയ്യുന്നു, ഡിസ്റ്റോർഷൻ ഏലിയാസിങ് സംഭവിച്ചു. ഇനി ഒരു ലാസ്റ്റ് കേസും കൂടിയുണ്ട്, ഒരു ഫൈനൽ കേസ് ഉണ്ട്. ദറ്റ് ഈസ് തേർഡ് കേസ് ഈസ് ഇഫ് വി ആർ സാമ്പിളിംഗ് ദ സ്പെക്ട്രം അറ്റ് എ റേറ്റ് ഗ്രേറ്റർ ദാൻ 2W, എഫ് ഗ്രേറ്റർ ദാൻ 2W ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, എഫ് ഗ്രേറ്റർ ദാൻ 2W ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ, എഫ് ഗ്രേറ്റർ ദാൻ 2W ചെയ്യുമ്പോഴത്തേക്കും ജി ഡെൽ ഓഫ് എഫ്. ഓക്കെ, ദിസ് ഈസ് ആ എഫ് ഇൻറ്റു ജി ഡെൽ ഓഫ് എഫ് ആണ് അല്ലേ, ഇത് W മൈനസ് W. അപ്പോൾ ഗ്രേറ്റർ ദാൻ 2W ആണ്. സോ ദിസ് മച്ച് ഈസ് W, എഗെയിൻ ഗോ ഫോർ അനദർ W. അപ്പോൾ ഇത് മൊത്തം 2W ആണ്. ഈ 2W ഗ്രേറ്റർ, ദാറ്റ് മീൻസ് അല്ലേ ഇവിടെ എവിടെയെങ്കിലും വരാം. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും വരാം എഫ് എസ്. ഓക്കെ, പക്ഷേ ഈ എഫ് എസ് ഓക്കെ ദിസ് ഈസ് W അല്ലേ, ഇത് ഇത്രയും W വരണമെന്നില്ല, ഞാൻ കുറച്ചുകൂടി അടുത്തെടുക്കാം. ഓക്കെ, ഇവിടെ ആയിട്ട് എടുക്കാം നമുക്ക് 2W ഗ്രേറ്റർ. ഓക്കെ, എഫ് എസ്. ഇനി അവിടുന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും W ആയിരിക്കും അല്ലേ, ഈ സെയിം തിങ് ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരും. ഓക്കെ, ദിസ് ഈസ് 0. അപ്പോൾ ഇത് നോക്കിക്കുക, അഡ്ജസൻറ്റ് നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്തപ്പോൾ ഈ എഫ് എസ് എന്ന് പറഞ്ഞത് ഈ എഫ് എസ് എന്ന് പറയുന്നത് അല്ലേ, ഇതാണ് ദിസ് ഈസ് W, ദിസ് മച്ച് ഈസ് എഗെയിൻ W, ഇത് ഇവിടെ വരെ 2W ആണ്. എഫ് എസ് ഈസ് ടേക്കൺ അറ്റ് എ പോയിൻറ്റ് ഗ്രേറ്റർ ദാൻ 2W. അപ്പോൾ അങ്ങനെ പ്ലോട്ട് ചെയ്തപ്പോൾ നോക്കിക്കുക, അഡ്ജസൻറ്റ് ബാൻഡ് തമ്മിൽ സ്പേസിങ് ഉണ്ട് അല്ലേ, അഡ്ജസൻറ്റ് ബാൻഡ് തമ്മിൽ സ്പേസിങ് വന്നു അല്ലേ. അപ്പം ഇങ്ങനെ ഇതിനകത്ത് ഡിസ്റ്റോർഷൻ ഇല്ല, വി ക്യാൻ റീകൺസ്ട്രക്ട് ദ സിഗ്നൽ. അപ്പോൾ അതാണ് എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2W സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ലെഫ്റ്റിലേക്ക് വരച്ചു പോവുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് സിമ്പിൾ ഇതിൻ്റെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കിട്ടും. അഡ്ജസൻറ്റ് ബാൻഡുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യത്തില്ല, അതുകൊണ്ട് ഡിസ്റ്റോർഷൻസും വരത്തില്ല. ഇതിനാണ് ഓവർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു സിഗ്നലിൽ നിന്നൊക്കെ ഈ ജി ഡെൽ ഓഫ് എഫിനകത്തുനിന്ന് ഇപ്പോൾ നമുക്ക് ഒറിജിനൽ സിഗ്നൽ ജി ഓഫ് ടി അല്ലെങ്കിൽ ജി ഓഫ് ടി നിങ്ങൾക്ക് റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ശരിക്കും എന്തുവാ ചെയ്യേണ്ടത്, ഈ ജി ഡെൽ ഓഫ് എഫിനെ ഒരു ലോ പാസ് ഫിൽറ്ററിൽ കൂടി കടത്തി വിട്ടാൽ മതി, ലോ പാസ് ഫിൽറ്റർ. ബിക്കോസ് ഈ ജി ഓഫ് ടിക്ക് മുമ്പായിട്ട് നമുക്ക് ജി ഓഫ് എഫ് റീകൺസ്ട്രക്ട് ചെയ്യാം അല്ലേ, ജി ഓഫ് എഫ് കിട്ടിയാൽ ജി ഓഫ് ടി എളുപ്പമാണ്. അപ്പോൾ ജി ഓഫ് എഫിൻ്റെ സ്പെക്ട്രം നോക്കിക്കാൻ ഞാൻ ഇവിടെ വരച്ചു. ജി ഓഫ് എഫ് എന്ന് പറയുന്നത് W മുതൽ -W വരെ ഉള്ളത് മാത്രമാണ് ജി ഓഫ് എഫ് അല്ലേ, സോറി ഇത്രയും മാത്രമാണ് ജി ഓഫ് എഫ്. നമുക്ക് ഇത് വേണോ വേണ്ട, ഇത് വേണോ വേണ്ട, ഈ സ്പെക്ട്രം വേണോ വേണ്ട, ഈ സ്പെക്ട്രം വേണോ വേണ്ട, ഈ സെൻറ്ററിലുള്ള സ്പെക്ട്രം മാത്രം മതി. അതിനകത്താണ് നമ്മളുടെ ഒറിജിനൽ ഇൻഫർമേഷൻ ജി ഓഫ് ടി കിടക്കുന്നത്. ജി ഓഫ് എഫിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ജി ഓഫ് ടി കിട്ടും. അപ്പോൾ ഫൈനലി സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഈ ജി ഡെൽ ഓഫ് എഫിനെ ഒരു ലോ പാസ് ഫിൽറ്ററിൽ കൂടി കടത്തി വിട്ടാൽ മതി. ആ ലോ പാസ് ഫിൽറ്ററിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്തുമായിരിക്കണം, ആ ലോ പാസ് ഫിൽറ്ററിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് W ബാൻഡ് വിഡ്ത്തിലായിരിക്കണം. അതായത് ആ ലോ പാസ് ഫിൽറ്ററിൻ്റെ ബാൻഡ് വിഡ്ത്ത് W ബാൻഡ് വിഡ്ത്ത് ഉള്ള ഒരു ലോ പാസ് ഫിൽറ്ററിൽ കൂടി അതിൻ്റെ ഒരു ലോ പാസ് ഫിൽറ്ററിൽ കൂടി നിങ്ങൾ കടത്തി വിടുവാണെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്, ഇത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ. ബിക്കോസ് ഇതാണ് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത്. ഇതും അങ്ങോട്ടുള്ളതും എല്ലാം എലിമിനേറ്റഡ് ആയി പോവും. അപ്പോൾ റീകൺസ്ട്രക്ഷൻ സമയത്ത് നമുക്ക് ആ സെൻറ്റർ സ്പെക്ട്രം മാത്രം മതി, ബാക്കി എല്ലാം എലിമിനേറ്റ് ചെയ്ത് പോകും. കാരണം ഇത്രയും വിഡ്ത്തുള്ള ഒരു ലോ പാസ് ഫിൽറ്ററിൽ കൂടി കടത്തി വിട്ടാൽ നമുക്ക് ഈ സിഗ്നൽ ഈ സ്പെക്ട്രം മാത്രം കിട്ടും. ഓക്കെ, ഇതാണ് ജി ഓഫ് എഫ്. ജി ഓഫ് എഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ജി ഓഫ് ടി കിട്ടാൻ എളുപ്പമാണ്. സോ ദിസ് ഈസ് റീകൺസ്ട്രക്ഷൻ. ഈ റീകൺസ്ട്രക്ഷനും ഇൻ്റർപൊലേഷൻ ഫോമിലെയും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് സാമ്പിളിംഗ്. താങ്ക് യു.